ഹലോ, ഇന്നത്തെ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അഹാന കൃഷ്ണനെ കുറിച്ച് തന്നെയാണ് കേട്ടോ. അഹാന കൃഷ്ണ ആൻഡ് ഫാമിലി അവർക്ക് എയർന്ന് ഇറങ്ങാനുള്ള ടൈം കിട്ടുന്നില്ല കേട്ടോ. ദിനം പ്രതി അവരുടെ ന്യൂസാണ്. ഒന്നില്ലെങ്കിൽ ഒന്ന് എന്നുള്ള പോലെ ഒന്നിൻ്റെ പിറകെ ഒന്നൊന്നായിട്ട് ഓരോ പ്രോബ്ലംസ് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോരുത്തരായിട്ടും അതുപോലെ തന്നെ കുടുംബം ഒത്തായിട്ടും അവരിങ്ങനെ എയറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവർ താഴെറങ്ങാതൊക്കെ നല്ലത്, അവിടെ തന്നെ പിടിച്ചു നിൽക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഏതായാലും എന്താണെന്ന് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒരു ഓണ ഷൂട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് അവരൊരു സാരി പ്രൊമോഷനായിട്ട് ഒരു ഓണം ഷൂട്ടായിട്ട് ഓണത്തിൻ്റെ ഒരു ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ആ സാരീൻ്റെ റേറ്റ് എന്ന് പറഞ്ഞത് 8,000-ൻ്റെ അടുത്ത് 7,000 സംതിങ് ആയിരുന്നു അതിൻ്റെ റേറ്റ്. അപ്പോൾ ആ സെയിം സാരി തന്നെ വേറൊരു സൈറ്റിൽ കണ്ടു, സെയിം ഡിസ്ക്രിപ്ഷൻ, സെയിം സാരി, പക്ഷെ റേറ്റ് വന്നിട്ട് 4,000 സംതിങ്. ഡിഫറൻസ് നോക്കണം, 2,000 സംതിങ്ങിൻ്റെ ഡിഫറൻസോടെയാണ് അവർ സെയിൽ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അത് കണ്ടതിന് ശേഷം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ഇതാണ് അഹാനയുടെ സൈഡിൽ കൊടുക്കാം. ഇതാണ് അഹാനയുടെ ഷൂട്ട് ചെയ്ത് അഹാനയുടെ സാരി പ്രൊമോഷൻ. ചെയ്തിട്ടുണ്ട് അല്ലേ, അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ ആയിട്ട് എന്താ പറയുക സൈഡിലൊക്കെ ഡെക്കറേഷനും അതുപോലെ തന്നെ അത്തപ്പൂക്കളും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ചിലവ് കൂടി കൂട്ടിയിട്ടായിരിക്കും ആണെങ്കിൽ ഈ 2,000 സംതിങ് അങ്ങനെ കൂടിയതായിരിക്കും. അതായത് ഫോട്ടോഗ്രാഫി, അതുപോലെ വീഡിയോഗ്രാഫി, അതുപോലെ സൈഡത്തെ അറേഞ്ച്മെൻറ്റ്സ്, അതുപോലെ തന്നെ പൂക്കളം അല്ലേ, അതിനൊക്കെ പൈസ വേണ്ടേ, അതൊക്കെ ഇവർ കയ്യിൽ നിന്ന് വെക്കുന്നതല്ലേ. അപ്പോൾ അതും കൂടി ചേർത്തിട്ടാണ് അവർ ഈ ഏത് പ്രൈസ് പറയുന്നത്, ഈ 7,000 സംതിങ് പറയുന്നത്. അതായത് 4,000 സംതിങ് സാരി 7,000 ആയത് ഇതിൻ്റെ ഒക്കെ പാടെ ചിലവ് കൂട്ടിയിട്ടായിരിക്കാം അല്ലേ. അപ്പോൾ നമ്മളൊരു സെലിബ്രിറ്റി ആകുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു 10 ആൾക്കാർ അറിയുമ്പോൾ അവരെ സബ്സ്ക്രൈബേഴ്സ് അവരുടെ കൗണ്ട് നോക്കിയാൽ മനസ്സിലാവും, മില്യൺ സംതിങ് ആണ് അവരുടെ സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ അത്രയും പേര് അവരെ സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കുമ്പോൾ അവരെ എങ്ങനെ പറ്റിക്കണം എന്നല്ല ചിന്തിക്കുക. ഇപ്പോൾ എൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കും എൻ്റെ ചാനലിൽ മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് പേരെ എനിക്ക് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്. അങ്ങനെ ഒരു മൈൻഡ് ഞാൻ എൻ്റെ ലൈവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പോഴും അങ്ങനെ ആഗ്രഹമുണ്ട്. ഓക്കെ, അത് ഞാൻ എവിടെ വേണമെങ്കിലും പറയും. അപ്പം അങ്ങനെ ഒരു മൈൻഡ് എനിക്കുണ്ട്. ഇപ്പം ഞാൻ അതത്ര സെലിബ്രിറ്റി ആയിട്ടൊന്നുമല്ല, എൻ്റെ ഒരു ആഗ്രഹം എന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ തിരിച്ച് സഹായിക്കണം എന്നുള്ള മൈൻഡ് വെച്ചുകൊണ്ട് ഞാൻ പറയുന്നത്. അതുപോലെ അഹാനകൃഷ്ണനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരെ സഹായിച്ചിട്ടില്ലെങ്കിലും വഞ്ചിക്കാതിരുന്നൂടെ, അങ്ങനെ ചെയ്തൂടെ? എന്ത് തട്ടിപ്പാണ് ഇങ്ങനെ ചെയ്യുന്നത്? അവരൊക്കെ തട്ടിപ്പിനെ ഇരയാക്കിയിട്ട് എന്ത് നേടാനാ? ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു സാരീൻ്റെ സെയിലും കൂടി കാണാം. കണ്ടോ, സെയിം സാരിയാണ്, പ്രൈസിൽ മാത്രം ഡിഫറൻസ്. അപ്പോൾ മറ്റേ സാരിക്ക് രുക്മിണി എന്നുള്ള പേരും കൂടി ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ? രുക്മിണി എന്നുള്ള പേരും അതുപോലെ തന്നെ അവിടുത്തെ പ്രസൻറ്റേഷൻ, ഡെക്കറേഷൻ എല്ലാം കൂടി ചേർത്തിട്ടാണ് ആ ഒരു സംഖ്യ അവർ ഈടാക്കിയത്. അപ്പോൾ നമ്മൾ സെലിബ്രിറ്റി എന്നുള്ളൊരു പവർ ഉപയോഗിച്ചിട്ട് ഇത്രയ്ക്ക് കാട്ടിക്കൂട്ടേണ്ട ആവശ്യമുണ്ടോ? നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരെയാണ് ഈ വഞ്ചിക്കുന്നതെന്നുള്ള ഓർമ്മ വേണം. ഓക്കെ, അവരെ നമ്മളോട് ചേർത്ത് പിടിച്ച് നിർത്തുന്നതിന് പകരമായിട്ട് അവരെ വഞ്ചിക്കാനല്ല ശ്രമിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ബിസിനസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഹോൾസെയിലായിട്ട് പ്രൊഡക്ട്സ് വാങ്ങിക്കുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് 2,000 രൂപേനെ നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു ലാഭം നമ്മൾ കണക്ക് കൂട്ടിയിട്ട് നമ്മളത് സെയിൽ ചെയ്യും അല്ലേ. അതായത് ലാഭം എന്ന് പറയുമ്പോൾ അതിൽ അധികം ലാഭം എടുക്കാൻ പറ്റില്ല. 2,000-ൻ്റെ ഇപ്പോൾ 2,000-ൻ്റെ ഒരു സാധനം നമ്മൾ കുറച്ച് അതായത് റീറ്റെയിൽ പ്രൈസ് ആയിട്ട് വരുന്ന രീതിക്ക് നമ്മൾ സെറ്റ് ചെയ്യും. അതായത് മറ്റുള്ള സ്ഥാപനങ്ങൾ എങ്ങനെ കൊടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്യും. പക്ഷേ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക, നമുക്ക് അധിക ലാഭമൊന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ ഹോൾസെയിലായിട്ട് 2,000-ന് വാങ്ങിച്ച് ചെയ്തിട്ട് അത് 4,000-ന് സെയിൽ ചെയ്യാന്നുള്ളൊരു ഇതില്ല. ഓക്കെ, നമുക്ക് തോന്നിയൊരു പൈസ ഈടാക്കാൻ പറ്റില്ല, കാരണം ഇങ്ങനെയായാലും കള്ളി പൊളിയില്ലേ. അപ്പോൾ ഇവർ ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന കൂട്ടത്തിൽ ഈ സാരി കാണുമ്പോൾ ഏതായാലും രുക്മിണി സാരി ഏതായാലും നല്ല എയറിലായിരിക്കും, നന്നായിട്ട് അത് റീച്ച് ആയിട്ടുണ്ടാവും. പക്ഷെ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെ തുച്ഛമായിരിക്കും. കാരണം ആരും ഇത്ര പൊട്ടന്മാരല്ലല്ലോ അല്ലേ. 2,000, 2,500 അവരുടെ ഫോട്ടോഗ്രാഫീൻ്റെയും പൂക്കളത്തിൻ്റെ ഒന്നും എക്സ്ട്രാ പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പൊട്ടന്മാരല്ലല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.